ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉയർന്നുവന്ന വൻ പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ കൂട്ടത്തോടെ പിൻവലിക്കാൻ ഒരുങ്ങി പുതിയ UDF സർക്കാർ. ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്ത എല്ലാ കേസുകളും പിൻവലിക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തു തന്നെ ഇതിനായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിരുന്നുവെങ്കിലും ഭൂരിഭാഗം കേസുകളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബാക്കിയുള്ള കേസുകൾ കൂടി വേഗത്തിൽ ഒത്തുതീർപ്പാക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. വിഷയം മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും നിയമപരമായി പിൻവലിക്കാൻ സാധിക്കുന്ന കേസുകളെല്ലാം ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നൽകിയ വാഗ്ദാനമായിരുന്നു ഇത്. ഈ വാഗ്ദാനം പാലിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി യുവതീ പ്രവേശനം അനുവദിക്കരുതെന്ന നിലപാടും സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുമെന്നാണ് വിവരം. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ LDF സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിച്ച് വ്യക്തത വരുത്തുന്ന പുതിയ സത്യവാങ്മൂലം നൽകാനാകുമോ എന്ന് പരിശോധിക്കുമെന്ന് വിവരമുണ്ട്. യുവതീ പ്രവേശനത്തെ എതിർത്ത് സർക്കാർ സത്യവാങ്മൂലം നൽകിയേക്കും. ശബരിമല പ്രതിഷേധങ്ങളുടെ പേരിൽ സംസ്ഥാനത്തൊട്ടാകെ 29,119 പേർക്കെതിരെ 2,624 കേസുകൾ രജിസ്റ്റർ ചെയ്തതായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചത്. അതിൽ ഗുരുതരമല്ലാത്ത 1,047 കേസുകൾ പിൻവലിക്കാൻ നടപടി സ്വീകരിച്ചതായും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പല കേസുകളും കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ ഇവയുടെ തൽസ്ഥിതി പരിശോധിച്ച് ക്രിമിനൽ സ്വഭാവമില്ലാത്തവ പരമാവധി പിൻവലിക്കാനാണ് സർക്കാർ നീക്കം. ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന 2018 സെപ്റ്റംബറിലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ LDF സർക്കാർ നടത്തിയ ശ്രമങ്ങൾക്കെതിരെയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയർന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ കോടതിയാണ് തീർപ്പാക്കേണ്ടത്. മറ്റുള്ളവ ആഭ്യന്തര വകുപ്പ് പരിശോധിച്ച് സർക്കാരിന് ശുപാർശ നൽകും. സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിലാണ്. അദ്ദേഹം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ പുതിയ സർക്കാരിന് പ്രതീക്ഷ നൽകുന്നതാണ്. ശബരിമലയിൽ ഇത്തരത്തിൽ സ്ത്രീകളുടെ പ്രവേശനം തടയുന്നത് ആത്യന്തികമായി മനസാക്ഷിയുടെ വിഷയമാണെന്ന് സുപ്രീം കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു. ജനങ്ങൾ അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വഴി ഈ ആചാരത്തിന് സാമൂഹിക പരിഷ്കരണം ആവശ്യമാണെന്ന് കൂട്ടായി തീരുമാനിച്ചാൽ കോടതി അത്തരമൊരു പരിഷ്കരണം അംഗീകരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള മതസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരായ വിവേചനം, ദാവൂദി ബോറകൾ ഉൾപ്പെടെയുള്ള വിഭാഗം ആചരിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ പരിധി, വ്യാപ്തി എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികളാണ് 9 ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ BV നാഗരത്ന, MM സുന്ദരേഷ്, അക്സാനുദ്ദീൻ അമാനുല്ല, അരവിന്ദ് കുമാർ, അഗസ്റ്റിൻ ജോർജ്, മാസിക്, പ്രസന്ന B വരാലെ, R മഹാദേവൻ, ജോയ് മല്യ ബാഗ്ചി എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സ്ത്രീകളെ വിലക്കുന്നതിന്റെ അടിസ്ഥാനം പ്രായമാണെന്ന് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് ചില കക്ഷികളെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിയ പറഞ്ഞു. എന്നെ ഒരു 10 വയസ്സുകാരിയായി കണക്കാക്കൂ. ഞാൻ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിൽ പോകുന്നു. പിന്നീട് അത് നിഷിബ്ധമാകുന്നു, ഹൻസാരിയ പറഞ്ഞു. നിങ്ങൾ അതിനെ നിഷിബ്ധമായി കണക്കാക്കുന്നുവെങ്കിൽ അത് നിഷിബ്ധമാണ്. നിങ്ങൾ അതിനെ നിഷിദ്ധമായി കണക്കാക്കുന്നില്ലെങ്കിൽ അങ്ങനെ അല്ലാതാനും. നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് ചോദ്യം, ജസ്റ്റിസ് നിരീക്ഷിച്ചു. ഒരു ഭക്തനെയും ഒരു ഭക്തനല്ലാത്ത ഒരാളെയും എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. എന്നും ഒരാൾ തന്റെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ബെഞ്ച് പറഞ്ഞു.